നിങ്ങൾ ഈ വീഡിയോ കണ്ട ഈ സംഭവം കണ്ടതാണ്? സംഭവം കണ്ടല്ലേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് കാണുന്നത്. ഞാൻ അവിടെ വെച്ചപ്പോൾ കണ്ടപ്പോൾ ഈ 2 വണ്ടികൾ കണ്ടപ്പോൾ ഞാൻ സൈഡാക്കിയതാണ്. അപ്പോഴാണ് ഇത് കാണുന്നത്. എന്താ നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞാൽ ആ മരിച്ച കുട്ടി ഇതിന്റെ ഹാൻഡ്രിലെ താഴത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട് ഞങ്ങളവിടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓരാണ് ഇതിനെ പിടിച്ച് കയറ്റുന്നത്. അപ്പോൾ മുഖം നോക്കുമ്പോൾ മുഖം നിറച്ച് ചോര. അപ്പോൾ ഒരു അതിൽ കയറ്റി ഞങ്ങൾ വണ്ടിയിലേക്ക് ഓരോ വണ്ടി തന്നെ കയറ്റി. പക്ഷേ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പുറത്തെ വണ്ടിയുടെ ചങ്ങായിനോട് ഞങ്ങൾ ചോദിച്ചു, കാരണം ഇന്നക്കാക്കാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടതാ വണ്ടി. അവർ 2 വണ്ടി ഒരു ഗ്യാപ്പൊന്നുമില്ല. ഈ വണ്ടീൻ്റെ ഡോറ് ആ ഭാഗത്തെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല ഈ വണ്ടി നിൽക്കുമ്പോൾ. അപ്പം അത്രയും അശ്രദ്ധമായിട്ട് വന്ന രണ്ടാളും പാടി റീൽസ് എടുത്ത് എന്താണെന്ന് അറിയില്ല. 2 വണ്ടി ഒരേ പൊസിഷനല്ല. ഇപ്പോഴത്തെ ഡോറ് വലതു ഭാഗത്തുള്ള ഡോറ് തുറക്കാൻ കഴിയുന്നില്ല മറ്റേ വണ്ടി നിൽക്കുന്നതിനെ പോലെ. ആ വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? ഈ വണ്ടി തന്നെ. ഈ 2 വണ്ടിയാണ് പോയത്. ഈ വണ്ടി മുന്നിൽ പോയി ഇതിലാണ് ഓനെ കയറ്റിയത്. ബാക്കിലത്തെ വണ്ടിയിലാണ് മറ്റേ മൂപ്പര് അതിലൊരു ഡ്രൈവറുണ്ട്, വെള്ള ഷർട്ട് ഇട്ടൊരു ചങ്ങായിണ്ട്. ഓരോ അതിലാണ് പോയത്. നിങ്ങൾ വീട് ഇവിടെയാണോ? ഞാൻ ഇവിടെ തന്നെ വീടിന്റെ ബാക്കിൽ തന്നെ എൻ്റെ വീട്. വീഡിയോ കണ്ടിരുന്നു അതിന്റെ അപകടത്തിന്റെ? ഇല്ല, ഞാൻ വീഡിയോ കണ്ടില്ല. ഇല്ല. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചേസിംഗ് റേസിംഗ് ഒക്കെ ഉണ്ടാവില്ല? ഇവിടെ കല്യാണത്തിനൊക്കെ റീൽസ് അങ്ങനത്തെ ഒന്നും ഇല്ല. റീൽസും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് ഇവിടെ. അങ്ങനെ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു അപകടം ഇപ്പോൾ ആദ്യമായിട്ടാണ്. നേരത്തെ ഒരു ബൈക്ക് അപകടം ഉണ്ടായിരുന്നു റീൽസ് എടുക്കുമ്പോൾ? ഉണ്ട്. അത് ചെറുങ്ങനുണ്ട്. അത് അധികത്തൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു അപകടം ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. ഈ നാട്ടുകാർ നിങ്ങൾക്ക് പ്രശ്നം തോന്നില്ലേ ഇങ്ങനെ റീൽസ് ഒക്കെ എടുക്കുകയും? അല്ല, ആരോട് പറയാനാ നമ്മൾ ഈ പിള്ളേർ ഇങ്ങനെ ഈ കുത്തക്കേട് കാട്ടുന്നത്? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഈ മരണം പറഞ്ഞാൽ നമ്മളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് എന്താ കുട്ടിക്ക് മരണം സംഭവിക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പം ഞാനും കുടിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഇത് ഇത്ര ഇഷ്യൂ അയക്കുന്നുള്ള ഞങ്ങളാ എന്താ പറയുക, ഇത് അങ്ങനത്തെ ഒരു അപകടമാണ് ഇവിടെ വന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പൈതലിന്റെ ജീവനാ പോയത്. ഞങ്ങൾക്ക് അറിയില്ല എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല. 20 വയസ്സാ അതന്നെ അവർ പറഞ്ഞ ഇക്കാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൻ്റെ വയസ്സ് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വയസ്സ് കൂടുതലായി അയച്ചു. ഞങ്ങൾ ഇക്കാക്കാന്നാ പറഞ്ഞ എന്നോട്. കളവായിരിക്കും. അത് ദൈവം തെളിയിച്ചല്ലോ ഇപ്പോൾ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ആരും അറിയാത്തൊരു സംഭവമായി. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ. അതാ പറഞ്ഞാൽ ദൈവം നമ്മളെ കൂടെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ കാര്യങ്ങൾ. റീൽസും കാര്യങ്ങളൊക്കെ ഒരു ജീവനാ പോയത്. ഒഴിവാക്കണല്ലോ ശരിക്കും, എന്താ അഭിപ്രായം? ഇവിടുന്ന് ഞങ്ങൾ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വണ്ടികൾ ഇങ്ങനെ റേസിങ്ങിന് പോകും. ഞങ്ങൾ തന്നെ തടഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട്. എന്താ പറയുക, ആൾക്കാർ നമ്മളിവിടെ ചെറിയ പിള്ളേർ സൈക്കിളും കാര്യങ്ങളൊക്കെ ഓട്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെ സ്പീഡിൽ. ഞങ്ങൾ ഒരുവിധം ബസ്സൊക്കെ സ്പീഡിൽ പോകുമ്പോൾ തന്നെ ഞങ്ങൾ താക്കീത് കൊടുക്കും ബസ് കയറിയിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ നാട്ടുകാർ ദേശക്കാരൊക്കെ കൂട്ടായ്മയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് രാവിലെ അതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മൾ കൂട്ടായ്മ കുറച്ചുകൂടി സജീവമാക്കണമല്ലേ? സജീവമാണ് ഇവിടെ എല്ലാത്തിനും കൂട്ടാൻ. പക്ഷേ ഇതൊക്കെ രാവിലെ ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ. രാവിലെ എല്ലാവരും ഉറക്കം കാര്യങ്ങളൊക്കെ എണീറ്റ് വരുന്ന എല്ലാവരും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്ന സമയമല്ല. ആ സമയത്താണ് ഇത് നടന്നത്. ഓക്കേട്ടാ, ശരി. അദ്ദേഹം വളരെ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം കണ്ട ആളാണ്, കണ്ട് മനസ്സിലാക്കിയ നേരിട്ട് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് ഹരിഹരനേട്ടൻ.